ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള ബന്ധം ഇനി കൂടുതൽ ശക്തമായ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഹേഗിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും അവരുടെ ബന്ധം തന്ത്രപരമായ പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചു. പ്രധാനമന്ത്രി മോദിയും ഡച്ച് പ്രധാനമന്ത്രി റോബ് ജെറ്റിനും തമ്മിലുള്ള ചർച്ചകളിലാണ് ഈ പ്രധാന തീരുമാനം ഉണ്ടായത്. യൂറോപ്പിലെ പ്രധാന രാജ്യങ്ങളുമായി ഇന്ത്യയുടെ സാമ്പത്തിക, സാങ്കേതിക, തന്ത്രപരമായ ബന്ധങ്ങൾ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ യൂറോപ്പ് സന്ദർശനത്തിന്റെ ഭാഗമായാണ് മോദി നെതർലാൻഡ്സിലെത്തിയത്. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ ഇരു നേതാക്കളും വിവിധ മേഖലകളിൽ സഹകരണം കൂടുതൽ വികസിപ്പിക്കാനുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ, ജല മാനേജ്മെന്റ്, ശുദ്ധ ഊർജ്ജം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ നിരവധി മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചു. ഈ മേഖലകളിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കുന്നതിനായി പല കരാറുകളിലും ഒപ്പുവെച്ചു. യോഗത്തിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള ബന്ധം വലിയ രീതിയിൽ വളർന്നുവെന്ന് പറഞ്ഞു. യൂറോപ്പിലെ ഇന്ത്യയുടെ ഏറ്റവും വിശ്വാസമായ പങ്കാളികളിൽ ഒന്നാണ് നെതർലാൻഡ്സ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ഇരു രാജ്യങ്ങളും ജനാധിപത്യ മൂല്യങ്ങൾ പങ്കിടുന്ന രാജ്യങ്ങളാണെന്നും സാമ്പത്തിക സഹകരണവും ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും ഈ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുമെന്നും മോദി പറഞ്ഞു. വിപണി, സമ്പദ് വ്യവസ്ഥ എന്നീ കാര്യങ്ങളിൽ നമുക്ക് ഒരേ സമീപനമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ജലസംരക്ഷണം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ നെതർലാൻഡ്സിന് വലിയ പരിചയവും കഴിവുമുണ്ടെന്ന് മോദി പറഞ്ഞു. അതേസമയം ഇന്ത്യക്ക് വേഗതയേറിയ വളർച്ചയും വലിയ മാനുഷിക വിഭവശേഷിയും ഉണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ 2 രാജ്യങ്ങളുടെയും ശക്തികൾ ഒന്നിച്ചാൽ ഭാവിയിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. നവീകരണം, നിക്ഷേപം, സുരക്ഷിത വികസനം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സഹകരണം വേണമെന്ന് മോദി ആവശ്യപ്പെട്ടു. നമ്മുടെ ബന്ധം ഇനി പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട സമയമാണിത് എന്നും അദ്ദേഹം പറഞ്ഞു. ഡച്ച് പ്രധാനമന്ത്രി റോബ് ജെറ്റിനും ഇന്ത്യയുമായുള്ള ബന്ധത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു. സാമ്പത്തിക രംഗത്തും സാങ്കേതിക രംഗത്തും ഇന്ത്യയെ ലോകത്തിലെ പ്രധാന ശക്തികളൊന്നായി വളരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുമായി കൂടുതൽ അടുത്ത പ്രവർത്തിക്കാൻ നെതർലാൻഡ്സ് താൽപര്യപ്പെടുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉഭയകക്ഷി ചർച്ചകൾക്ക് മുമ്പ് ഇരു നേതാക്കളും ചേർന്ന ഒരു CEO റൗണ്ട് ടേബിളിലും പങ്കെടുത്തു. ഊർജ്ജം, കൃഷി, തുറമുഖങ്ങൾ, ആരോഗ്യം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ഡച്ച് കമ്പനികളുടെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഈ യോഗത്തിൽ സംസാരിച്ച മോദി ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ ഡച്ച് കമ്പനികളെ ക്ഷണിച്ചു. പുനരുപയോഗ ഊർജ്ജം, സെമി കണ്ടക്ടറുകൾ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, കൃത്രിമ ബുദ്ധി, ആരോഗ്യ സംരക്ഷണം, സമുദ്ര അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ വലിയ അവസരങ്ങൾ ഒരുക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വേഗത്തിൽ വളരുകയാണെന്നും രാജ്യത്ത് ബിസിനസ് നടത്തുന്നത് ഇപ്പോൾ വളരെ എളുപ്പമായിരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. നികുതി സംവിധാനത്തിലും തൊഴിൽ നിയമങ്ങളിലും ഭരണരീതികളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഇന്നത്തെ ഇന്ത്യ വലിയ സ്വാധീനങ്ങളെയും സ്ഥിരതയുടെയും പ്രതീകമാണ് എന്നാണ് മോദി പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യയെന്നും വലിയ പ്രതിഭാശേഷിയുള്ള യുവജന ശക്തി ഇന്ത്യക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിർമ്മാണം, സാങ്കേതിക വിദ്യ, നവീകരണം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ പ്രധാന കേന്ദ്രങ്ങളൊന്നായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മോദി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കൂടുതൽ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ഡച്ച് കമ്പനികളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെത്തി രൂപകൽപ്പന ചെയ്യൂ, നവീകരിക്കൂ, നിക്ഷേപിക്കൂ. ഇതിലും നല്ല സമയം മറ്റൊന്നുമില്ല എന്നാണ് അദ്ദേഹം ബിസിനസ് നേതാക്കളോട് പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിൽ വലിയ സാമ്പത്തിക മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മോദി വിശദീകരിച്ചു. ബിസിനസ് ചെയ്യുന്നതിനുള്ള തടസ്സങ്ങൾ കുറച്ചതോടെ വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യ കൂടുതൽ ആകർഷകമായതായി അദ്ദേഹം പറഞ്ഞു. ബഹിരാകാശം, ഖനനം, ആണവ ഊർജ്ജം പോലുള്ള മേഖലകളിലും സ്വകാര്യ നിക്ഷേപത്തിന് ഇന്ത്യ അവസരം തുറന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഉൽപാദന മേഖലയിൽ ഇന്ത്യ വളരെ ചെലവ് കുറഞ്ഞ കേന്ദ്രമായി മാറിയതായും സേവന മേഖലയിൽ ഇന്ത്യ യുവാക്കളുടെ കഴിവ് ലോകത്തിന് വലിയ പിന്തുണ നൽകിയതായും മോദി പറഞ്ഞു. സന്ദർശനത്തിനിടെ മറ്റൊരു പ്രധാന സംഭവത്തിനും ഇരു നേതാക്കളും സാക്ഷ്യം വഹിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രണ്ട് ആൻഡ് സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റായ ടാറ്റ ഇലക്ട്രോണിക്സും ASMLും തമ്മിൽ ഒരു പ്രധാന കരാറിൽ ഒപ്പുവെച്ചു. ഗുജറാത്തിലെ ധുലേരിയിൽ ഈ പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം. സെമി കണ്ടക്ടർ നിർമ്മാണ രംഗത്ത് ഇന്ത്യക്ക് വലിയ മുന്നേറ്റമാകുന്ന പദ്ധതിയാണിത്. ഭാവിയിൽ ഇന്ത്യയെ സാങ്കേതിക രംഗത്ത് കൂടുതൽ ശക്തമാക്കാൻ ഈ പദ്ധതിക്ക് കഴിയുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ എത്രയും വേഗം നടപ്പാക്കണമെന്നും ഇരു നേതാക്കളും അഭിപ്രായപ്പെട്ടു. ഈ കരാർ നടപ്പാക്കിയാൽ ഇന്ത്യക്കും യൂറോപ്പിനും തമ്മിലുള്ള വ്യാപാരം കൂടുതൽ ശക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഗ്രീൻ ഹൈഡ്രജൻ, ശുദ്ധ ഊർജ്ജം, സെമി കണ്ടക്ടറുകൾ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, നൂതന നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ ഭാവിയിൽ കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ത്യയുടെ വളർച്ച ലോകരാജ്യങ്ങൾക്ക് വലിയ അവസരങ്ങളാണ് നൽകുന്നതെന്ന് മോദി പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനം, ശുദ്ധ ഊർജ്ജം, കണക്ടിവിറ്റി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ അതിവേഗത്തിൽ മുന്നേറുകയാണെന്നും ലോകമെന്ന് ഇന്ത്യയെ പുതിയ പ്രതീക്ഷയോടെ കാണുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.